ആക്സിയം ഫോർമേഷനെ കുറിച്ച് നോക്കിയാലോ. 2025 ജൂൺ 25-നാണ് ഫാൽക്കൺ 9 ബ്ലോക്ക് 5 എന്ന റോക്കറ്റിൽ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും ആക്സിയം ഫോർമേഷൻ വിജയകരമായി വിക്ഷേപിച്ചത്. റോക്കറ്റിന് മുകളിൽ ഘടിപ്പിച്ച സ്പേസ് എക്സ് ഡ്രാഗൺ C213 എന്ന പേടകത്തിലാണ് യാത്രാ സംഘമുള്ളത്. 6 തവണ മാറ്റിവെച്ച യാത്രാ സാക്ഷാത്കാരമായിരുന്നു അത്. നാസ, ISRO, സ്പേസ് എക്സ്, ആക്സിയം സ്പേസ് എന്നിവയുടെ സംയുക്ത പദ്ധതിയാണ് ആക്സിയം 4 മിഷൻ. ഇന്ത്യയുടെ 7 പരീക്ഷണങ്ങളടക്കം ബഹിരാകാശ നിലയത്തിൽ മൊത്തമായി 60 പരീക്ഷണങ്ങൾ നടക്കും. ദൗത്യം നയിക്കുന്നത് ഇന്ത്യക്കാരനായ മിഷൻ പൈലറ്റ് ശുഭാംശു ശുക്ലയാണ്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ, രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ പൗരൻ എന്നീ റെക്കോർഡുകളെല്ലാം ഇനി ശുഭാംശു ശുക്ലയ്ക്ക് സ്വന്തം. ശുഭാംശു ശുക്ലയെ കൂടാതെ പെഗ്ഗി വിറ്റ്സൺ, പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് വിസ്നെവസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാംബു എന്നിവരടങ്ങുന്നതാണ് യാത്രാസംഘം. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്തു ചെലവഴിച്ച 675 ദിവസത്തോളം ബഹിരാകാശത്തു ചെലവഴിച്ച അമേരിക്കക്കാരിയായ പെഗ്ഗി വിറ്റ്സൺ ആണ് ദൗത്യ കമാൻഡർ. പെഗ്ഗിയുടെ 5ാമത്തെ യാത്രയാണിത്. ശുഭാംശു ശുക്ലയെ പോലെ തന്നെ വിസ്നിവെസ്കിയുടെയും കാബുവിന്റെയും ആദ്യത്തെ യാത്രയുമാണിത്. മൈക്രോഗ്രാവിറ്റിയിൽ 60-ലേറെ പരീക്ഷണങ്ങൾ നടത്തുക എന്നതാണ് സംഘത്തിന്റെ ലക്ഷ്യം. ISRO നിർദ്ദേശിച്ച 7 പരീക്ഷണങ്ങൾ ശുഭാംശു ശുക്ല പ്രത്യേകമായി നടത്തുകയും ചെയ്യും. സൂക്ഷ്മജീവികളിൽ റേഡിയോ തരംഗമുണ്ടാക്കുന്ന മാറ്റങ്ങൾ, ശരീരത്തിലെ പേശികൾക്കുണ്ടാകുന്ന മാറ്റം, മൈക്രോഗ്രാവിറ്റിയിൽ ഇലക്ട്രോണിക് ഡിസ്പ്ലേ, കണ്ണുകളുടെ ചലനം, വിത്ത് മുളപ്പിക്കലും വളർച്ചയും എന്നിവയാണ് അതിൽ ചിലത്. വെള്ളായണി കാർഷിക കോളേജിൽ വികസിപ്പിച്ച 5 വിത്തിനങ്ങളാണ് ഇതിനുവേണ്ടി ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്നത്. നെല്ലിന്റെ വിത്തിനങ്ങളായ ഉമാജ്യോതി, എള്ളിന്റെ വിത്തിനമായ തിലകാര, തക്കാളി, വഴുതന, കുറ്റിപ്പയർ എന്നിവയുടെ വിത്തുകളാണ് ബഹിരാകാശത്തേക്ക് പോകുന്നത്. ക്രോപ്പ് സീഡ്സ് ഓൺ ISS എന്ന ഗവേഷണ പദ്ധതിയുടെ ഭാഗമായാണ് വിത്തുകൾ ബഹിരാകാശ കേന്ദ്രത്തിൽ എത്താൻ പോകുന്നത്. ഗുരുത്വാകർഷണം തീരെ കുറഞ്ഞതോ ഒട്ടുമില്ലാത്തതോ ആയ അവസ്ഥയിൽ വിത്തുകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കുകയാണ് ഗവേഷണ ലക്ഷ്യം. ഗഗൻയാൻ ദൗത്യത്തിനുള്ള അനുഭവജ്ഞാനവുമായിട്ടായിരിക്കും ശുഭാംശു ശുക്ലയുടെ തിരിച്ചുവരവ്.